Good morning, all. Good morning. Okay. എല്ലാവരും കയറി വരുന്നുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, 2 മിനിറ്റ് കൂടി നോക്കാം. വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മള് ട്രേഡ് യൂണിയൻ വരെയാണ് അല്ലെ? ട്രേഡ് യൂണിയന്റെ സ്റ്റാർട്ടിംഗ് ആണ് എടുത്ത് നിർത്തിയത് അല്ലെ? ശരിയല്ലേ? മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ട്രേഡ് യൂണിയൻ അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ട്രേഡ് യൂണിയൻ എന്താണെന്നുള്ള കാര്യം പ്രധാനമായിട്ടും നമ്മൾ കണ്ടു അല്ലെ? ഇവിടെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും തൊഴിലുടമ ഒരുപക്ഷെ എംപ്ലോയർ തൊഴിലാളികൾക്ക് അല്ലെ, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആനുകൂല്യങ്ങളെല്ലാം കറക്റ്റ് ടൈമിൽ നൽകിയെന്ന് വരില്ല, അല്ലെങ്കിൽ സാലറി തന്നെ അവര് വർക്ക് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു കൂലിയൊക്കെ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്തെന്ന് വരില്ല അല്ലെ? അപ്പോ തൊഴിലാളികൾക്ക് എന്താണ് അവിടെ തൊഴിലുടമയിൽ നിന്ന് ഇത് നേരിട്ട് എന്താണ് ബാർഗെയിൻ ചെയ്ത് മേടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് യൂണിയന്റെയും കൂടെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും അവര് മുന്നിട്ട് വരാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും യൂണിയനൊക്കെ ഏതെങ്കിലും പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് ചില റെസ്ട്രിക്ഷൻസ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ അവിടെ അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടൊക്കെ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ട്രേഡ് യൂണിയൻ ഓരോ കമ്പനിയിലും അവിടെ വർക്കേഴ്സിന് എഫക്റ്റീവ് ആയിട്ട് അല്ലെ, കുറച്ചും കൂടി സൂട്ടബിൾ ആയിട്ട് അവർക്ക് അതിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ, ആ യൂണിയനുകളൊക്കെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അർഹതപ്പെട്ട അവകാശങ്ങളൊക്കെ വളരെ എളുപ്പം ബാർഗെയിൻ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീണ്ടും ആ ഡെഫിനിഷന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. എന്താണ്? represent their goal and interest in a better manner, the employee can join organization which is called a trade union. For this, employees pay an annual fund and in response to it, their interests are powerful represented. നമ്മൾ പറഞ്ഞത് ചെറിയൊരു ഫണ്ടൊക്കെ അതില് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാനായിട്ട് അവര് ഡെപ്പോസിറ്റ് ചെയ്യുന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു അല്ലെ, പേയ്മെന്റ് നടത്തും എന്നുള്ള പറഞ്ഞു. Then there is a more effective than negotiating for such rights with the employer on an individual basis. Okay, വ്യക്തിപരമായിട്ട് അവിടെ എന്തെങ്കിലും ചർച്ചകളിലേക്കൊക്കെ എഫക്റ്റീവായിട്ട് എംപ്ലോയറിനെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രേഡ് യൂണിയൻസ് ആർ ഫോംഡ് വെൻ വർക്കേഴ്സ് ജോയിൻ ടുഗദർ അല്ലെ? തീർച്ചയായിട്ടും യൂണിയനുകൾ ഫോം ചെയ്യുന്നത് വർക്കേഴ്സിനോടൊപ്പം നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ്. There are also known as organizations of workers against the management അല്ലെ? അവിടെ ഇത്തരത്തിലുള്ള സംഘടനകൾ
എന്താണ് മാനേജ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. അതായത് യൂണിയനിലെ മെമ്പർഷിപ്പ് ഉള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സച്ച് യൂണിയൻസ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ദ വർക്കേഴ്സ് ആൻഡ് ഓർഡർ. ഒരുപാട് വർക്ക് അല്ലെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരെയും നമ്മുടെ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദ വർക്ക് ഫോർ ദ വർക്കേഴ്സ് ഈസ് അഫക്റ്റഡ് ബൈ ദെയർ വർക്കിംഗ് ഏജ്, education, family, social background, then psychological factors, skills, culture, attitude towards the work of others, etc. Okay, so always strive for improvement in the terms and conditions of their job. അല്ലെ അവിടെ ജോലിയെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അവിടെ ചിലപ്പോ ഏജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഫാമിലി, സോഷ്യൽ, ഇതെല്ലാം തന്നെ വർക്കേഴ്സിനെ ജോലിയെ ബാധിക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങളാണ്. എന്താണ് അവരുടെ കഴിവും അവരുടെ സംസ്കാര രീതികളും ആറ്റിറ്റ്യൂഡും മനോഭാവവും എല്ലാം തന്നെ വർക്കിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം അവര് പരമാവധി വർക്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കും അല്ലെ. അവരുടേതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കും. ജോലിയിൽ എന്താണോ സാഹചര്യം, ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ഏതൊരു തൊഴിലാളിയും പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെ. ഒരു തൊഴിലാളി എന്ന നിലയിൽ തൊഴിലുടമ പറയുന്നത് അല്ലെങ്കിൽ കമ്പനി എന്താണ് ഫോളോ ചെയ്യുന്നത് അത് ഉൾക്കൊള്ളാനായിട്ട് പരമാവധി ഏതൊരു തൊഴിലാളിയും ശ്രമിക്കും. അവർ ഡിഫറെന്റ് ക്യാരക്ടറും ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡും ഡിഫറെന്റ് കൾച്ചറൊക്കെ ഉള്ള പേഴ്സൺസ് ആണെങ്കിലും ഒരുപോലെ ഒറ്റക്കെട്ടായിട്ട് പോകാനായിട്ട് ഏതൊരു എംപ്ലോയിയും ശ്രമിക്കും എന്നുള്ളതാണ്. That is why they start negotiating with the top management of the company and express their grievances. ഓക്കെ, എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ടോപ്പ് മാനേജ്മെന്റിനെ ആയിരിക്കും നമ്മളത് പ്രകടിപ്പിക്കുക അല്ലെ. അത് അറിയിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ചർച്ചയിലൂടെയൊക്കെ ആയിരിക്കും ടോപ്പ് മാനേജേഴ്സിനെ അത് അറിയിക്കുന്നത്. Workers also demand a share in the powers of a management as far as a decision making is concerned. ഓക്കെ, പ്രധാനമായിട്ട് നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ, അവരാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവര് താല്പര്യപ്പെടുക അല്ലെ, പല തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെയും കൂടി പങ്കാളിത്തം വേണമെന്ന് ഏതൊരു എംപ്ലോയീസും ആവശ്യപ്പെടുന്നു. കേസ് എല്ലാവരെയും ഉൾപ്പെടുത്തിയില്ലെങ്കിലും അവരുടെ പ്രതിനിധികളെയെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ ഉൾപ്പെടുത്തണമെന്ന് ഏതൊരു എംപ്ലോയീസും ആവശ്യപ്പെടും അല്ലെ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് the workers also demand a share in the power of management. അവർക്ക് അല്ലെ ആ ഒരു മാനേജ്മെന്റ് കാര്യങ്ങളിൽ അല്ലെ അവിടെ എന്താണ്, അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിനായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു ഷെയർ അല്ലെ അവരെയും കൂടി ഉൾപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കും. as far as the decision making is concerned അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പ്രധാനമായിട്ട് ഇപ്പൊ ഇന്ന ആവശ്യം ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ടൈം ഷെഡ്യൂളിൽ ഒരു മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ ഇന്ന അല്ലെ എംപ്ലോയീസിനൊക്കെ അവിടേക്കുള്ള ഷിഫ്റ്റ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിസിഷനിൽ അല്ലെ പങ്കാളിയാവാനായിട്ട് അവർക്ക് എംപ്ലോയീസിന്റെ പ്രതിനിധികളെയും കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയീസും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. In this regard, trade unions play an important role as they help in protecting the workers' economic interest. ഓക്കെ, നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഈ തൊഴിലാളികൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആഗ്രഹങ്ങളെല്ലാം ചിലപ്പോൾ തൊഴിലുടമ ഉൾക്കൊള്ളണമെന്നില്ല അല്ലെ. ഇപ്പൊ ചില ഈ ടൈമുകളിലൊക്കെ പ്രധാനമായിട്ട് നമുക്കറിയാം യൂണിയനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള സാമൂഹിക ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഒരു ഇമ്പോർട്ടന്റ് റോള് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് റോള് അവർ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. They do so by collective bargaining and also by using political and economic tactics to pressure the management of a company. അതായത് നമ്മുടെ തീർച്ചയായിട്ടും അവരെ മാനേജ്മെന്റ് അല്ലെ കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് നിലകൊള്ളുന്നത്. അപ്പൊ അവരെ പ്രേരിപ്പിക്കും അല്ലെ പല കാര്യങ്ങളും നല്ല രീതിയിൽ ഇവർക്ക് എംപ്ലോയിക്ക് അർഹതപ്പെട്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അത് ചിലപ്പോൾ രാഷ്ട്രീയ സ്വാധീനത്തോട് കൂടിയിട്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തൊഴിലുടമയുടെ ഇതിലുള്ള നേതൃത്വത്തിലുള്ള മാനേജ്മെന്റിലേക്ക് പ്രേരിപ്പിക്കാനായിട്ട് യൂണിയൻ അവിടെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. Trade unions believes that they are a part of the organization as it's a subsystem that has to fulfill the interest of a certain groups, that is workers. ഓക്കെ, അതുകൊണ്ട് തന്നെ യൂണിയന്റെ വിശ്വാസത്തില് യൂണിയൻ വിചാരിക്കുന്ന ഒരു സബ്സിസ്റ്റം ആയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നതെന്നാണ് യൂണിയൻ കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സബ്സിസ്റ്റം ആയിട്ട് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത്? കാരണം വർക്കേഴ്സിൻ്റെതായിട്ടുള്ള ഇൻഡസ്ട്രികളെല്ലാം തീരുമാനം ഉണ്ടാക്കുന്നത് യൂണിയന്റെ ഇടപെടൽ കൊണ്ടാണ്.
എന്നുള്ള ധാരണയിലാണ് യൂണിയൻ ഒരു സബ്സിസ്റ്റമായിട്ട് അവിടെ നിലകൊള്ളുന്നത്. ഓക്കെ, എന്താണ് സബ്സിസ്റ്റമായിട്ട് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ? ആരാ സബ്സിസ്റ്റമായിട്ട് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത്? ഒന്ന് നോട്ട് ചെയ്തേരെ. ആരാണ് സബ്സിസ്റ്റമായിട്ട് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത്? ട്രേഡ് യൂണിയനുകളാണ് സബ്സിസ്റ്റമായിട്ട്. ഓക്കെ, നമുക്കറിയാം എന്തുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ ഇങ്ങനെ സബ്സിസ്റ്റമായിട്ട് നിലകൊള്ളുന്നത്. അതായത് അവിടെ അതെ തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ്? യൂണിയനുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവര് സബ്സിസ്റ്റമായിട്ട് നിലകൊള്ളുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് സബ്സിസ്റ്റമായിട്ട് ഇത് നിലകൊള്ളുന്നു? കാരണം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ്? യൂണിയനുകളാണ്. If the community and organization are growing strongly, the role of trade union is also considered vital. Okay, നമുക്കറിയാം നമ്മുടെ സമൂഹമൊക്കെ അല്ലെ, സമൂഹത്തില് കുറച്ചും കൂടി ഈ ഓർഗനൈസേഷൻ ഒക്കെ ഇച്ചിരി കൂടി ഡെവലപ്പ് അല്ലെ, ആ യൂണിയനൊക്കെ പേര് കേട്ട യൂണിയനായിട്ട് ബലപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് കുറച്ചും കൂടി നല്ല റോള് അല്ലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും. There are various types of trade unions. Some trade unions are formed by blue collar workers, some by white collar employees, and some are formed by employers. Okay, നമുക്കറിയാം പലതരത്തിലുള്ള യൂണിയനുകളുണ്ട് അല്ലെ. ഇതിപ്പോ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ മാത്രമല്ല അല്ലെ, ഒരു യൂണിയൻ മാത്രമല്ല, തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ ഫോംഡ് ബൈ എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള യൂണിയനുകളുണ്ട്. അതായത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട്, എംപ്ലോയിയുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുണ്ട്. ആ എംപ്ലോയിയുടെ അവകാശങ്ങൾ തന്നെ പലതരത്തിലുള്ള വർക്കേഴ്സ് അല്ലെ, നമുക്കറിയാം ബ്ലൂ കോളർ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്തരത്തിൽ അല്ലെ ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർ അല്ലെ, അത്തരത്തിലുള്ള ജീവനക്കാർക്ക് വേണ്ടി മാത്രമുള്ള അസോസിയേഷനുകളുണ്ട്. അതേമാതിരി തന്നെ വൈറ്റ് കോളർ വർക്കേഴ്സ് അല്ലെ, എംപ്ലോയീസ് മറ്റു തരത്തിലുള്ള ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കുകൾ അത് കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള വർക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള വർക്കേഴ്സും ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വർക്കേഴ്സിനൊക്കെ സെപ്പറേറ്റ് യൂണിയനുകളുണ്ട്. തീർച്ചയായിട്ടും ഈ യൂണിയനുകളെല്ലാം ഒരു കൂട്ടം വിഭാഗം ജീവനക്കാരെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതില് നമുക്കറിയാം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരു ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു പവർ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവറാണ് അവർ ഗെയിൻ ചെയ്യുന്നത്. അവർക്ക് അങ്ങനെയുള്ള ഒരു സ്ട്രെങ്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ, ആ ശക്തി കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെല്ലാം അത് തീർച്ചയായിട്ടും വലിയ കുഴപ്പമില്ലാത്തൊക്കെ ആണെങ്കിൽ ആ ചർച്ചയിലൂടെ ഒരു പരിഹാരത്തിലേക്ക് എത്തുകയും അവകാശങ്ങളൊക്കെ കൃത്യമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ക്ലിയറോ? ഇവിടെ ചെറിയൊരു ഡൗട്ട് വരാനായിട്ടുള്ള സാധ്യത ബ്ലൂ കോളർ വർക്കേഴ്സ്, വൈറ്റ് കോളർ വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അല്ലേ. വൈറ്റ് കോളർ വർക്കേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് തരത്തിലുള്ള റോളുകൾ വഹിക്കുന്ന വർക്കേഴ്സ് ആണ്. ബ്ലൂ കോളർ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പ്രൊഫഷണൽ ആയിട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള അതേ അല്ലെ അത്തരത്തിലുള്ള തൊഴിൽ എക്സ്പീരിയൻസുകളൊക്കെ മാത്രം അല്ലെ, ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ജീവനക്കാർക്ക് മാത്രമാണ് ആ ഡ്യൂട്ടി നിർവഹിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. സോ അത്തരത്തിലുള്ള ടെക്നീഷ്യന്മാര് അങ്ങനെയുള്ളവരൊക്കെയാണ് ബ്ലൂ കോളർ വർക്കേഴ്സ് എന്നൊക്കെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അസോസിയേഷനുകളും ഉണ്ട്. ഓക്കെ, പൊതുവെ നമുക്കറിയാം ട്രേഡ് യൂണിയനുകൾ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ്, അവിടെയുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പൊ സബ്സിസ്റ്റം എന്നുള്ള കാര്യമൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഇതിൽ പെടാൻ പറ്റുന്ന അല്ലെ സം ഓഫ് ദ ട്രേഡ് യൂണിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ബ്ലൂ കോളർ വർക്കേഴ്സ്, വൈറ്റ് കോളർ എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള യൂണിയനുകൾ ഉണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും ഡെഫിനിഷനിലേക്കാണ് പോകാനുള്ളത്. ഇവിടെ ഒരു 3 ഡെഫിനിഷൻസുകൾ പറയുന്നുണ്ട്. എല്ലാം ഇപ്പോഴും പറയുന്ന മാതിരി തന്നെ പേരുകൾ ഓർത്ത് വയ്ക്കുക. എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, എന്താണ് അക്കോർഡിംഗ് ടു ലെസ്റ്റർ എന്താണ് ലെസ്റ്റർ പറയുന്ന കാര്യം, trade union is an association of employees designed primarily to maintain or improve the condition of the employment of its members. Okay,
അതായത് അവിടെയുള്ള എംപ്ലോയിയുടെ കണ്ടീഷൻസ് അല്ലെ, അവര് ആ ഒരു എന്താണ് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് അല്ലെ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന അസോസിയേഷൻ. അതായത് തൊഴിലാളികൾക്ക് ചിലപ്പോൾ നല്ല മതിയായ ഒരു വർക്കിംഗ് കണ്ടീഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ആ അവസ്ഥ ഒന്ന് സ്ഥിതിവിശേഷമാക്കാൻ വേണ്ടിയിട്ട് അവരെ യൂണിയനുകളെ രൂപീകരിക്കുന്നു അല്ലെ. യൂണിയനുകൾ വരുമ്പോൾ ആ യൂണിയനിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു. ഞാൻ അവരോട് കൂടി ചേർന്നിട്ട് അവർക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷനൊക്കെ ലഭ്യമാകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ലെസ്റ്റർ പറയുന്നത് ട്രേഡ് യൂണിയൻ ഈസ് ആൻ അസോസിയേഷൻ. എന്താണ് ഒരു അസോസിയേഷൻ ആണ്, ആർക്ക് വേണ്ടിയിട്ട്, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു അസോസിയേഷൻ ആണ്. primarily to maintain or improve the condition of employment of its members. അത് പ്രധാനമായിട്ട് എന്താണ്, ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട വർക്കിംഗ് കണ്ടീഷൻ അത് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെ, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള നിലകൊള്ളുന്ന ഒരു അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. According to Lester എന്താ പറയുന്നത്, ട്രേഡ് യൂണിയൻ ഈസ് ആൻ അസോസിയേഷൻ ഓഫ് എംപ്ലോയർ ഡിസൈൻ അല്ലെ. അവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അസോസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ. primarily to maintain or improve the condition of employment of its members. പ്രധാനമായിട്ടും അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ അല്ലെ, അവിടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷൻ ആണ്. ക്ലിയർ ആണോ? ാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു ഫിലിപ്പോന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്, ട്രേഡ് യൂണിയൻ ഈസ് എ വർക്കേഴ്സ് അസോസിയേഷൻ, വർക്കേഴ്സ് ഓർഗനൈസേഷൻ which is established by their collective activities to the welfare of the members in social, economic and financial interest and to keep them secured and for improvement in it. അവിടെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളെയും കൂടി അല്ലെ, അവർക്ക് എംപ്ലോയീസിന് അർഹതപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ട്രേഡ് യൂണിയൻ ഈസ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ. അവിടെ പ്രധാനമായിട്ട് പറയുന്ന അസോസിയേഷന് പകരം വർക്കേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു സംഘടനയാണെന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. which is established by their collective activities to the welfare of the members അല്ലെ. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത്, വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഇൻ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെ. അവിടെ തൊഴിലാളികളുടെ അല്ലെ മെമ്പേഴ്സിന്റെ സാമ്പത്തികവും അല്ലെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിറവേറ്റി കിട്ടാൻ, അത് മാത്രമല്ല ടു കീപ് ദം സെക്യൂർഡ് ആൻഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ഇറ്റ് അല്ലെ. അവിടെ സുരക്ഷിതത്വ ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടും അല്ലെ തൊഴിലാളികളുടെ സാമ്പത്തിക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക. ഒപ്പം തന്നെ എന്താണ് സെക്യൂർഡ് ആൻഡ് ഇംപ്രൂവ് ചെയ്യുന്നില്ല അല്ലെ, അതിനൊരു സുരക്ഷിതത്വവും അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളും ഒക്കെ അതും ഉറപ്പുവരുത്തുക അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളും സുരക്ഷകളൊക്കെ നടപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയനുകൾ അല്ലെ അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ട്രേഡ് യൂണിയൻ ഈസ് എ വർക്കേഴ്സ് ഓർഗനൈസേഷൻ. അപ്പൊ ഓർത്ത് വെക്കുക, ഫ്ലിപ്പോന്റെ അഭിപ്രായത്തിൽ ഇത് വർക്കേഴ്സ് ഓർഗനൈസേഷൻ ആണ് അല്ലെ. അവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇക്വാലിറ്റി ലെസ്റ്റർ അല്ലെ, ലെസ്റ്റർ എന്താ പറയുന്നത്, ഇറ്റ്സ് ആൻ അസോസിയേഷൻ ഓഫ് എംപ്ലോയീസ് ഡിസൈൻ അല്ലെ, ഒരു അസോസിയേഷൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ വർക്കേഴ്സ് ഓർഗനൈസേഷൻ ആണ് ട്രേഡ് യൂണിയനെ വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം എംപ്ലോയിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അറിയാം. ഡെഫിനിഷൻ പൊതുവെ നമുക്കറിയാം, അവര് എന്താണ് പ്രയോഗിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ ആ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്ന മോഡൽ തന്നെ കൃത്യമായിട്ട് തന്നെ ഡെഫിനേഷൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ പേരുകളെ മറക്കാതെ മാറി പോവാതിരിക്കാനായിട്ട് ശ്രമിക്കാം. Then third one, according to Bubbsന്റെ അഭിപ്രായത്തിൽ എന്താന്ന് നോക്കാം. A trade union is a continuous association of wage earners for the purpose of maintaining and improving the condition of their work lives. അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അല്ലെ. ജീവനക്കാരുടെ ഒരു തുടർച്ചയായ കൂട്ടായ്മയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അവരുടെ വർക്കിംഗ് കണ്ടീഷൻസും അല്ലെ, അവരുടെ ഇംപ്രൂവിംഗ് വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ വെബ്സിന്റെ അഭിപ്രായത്തിലായി ട്രേഡ് യൂണിയൻ ഈസ് എ കണ്ടിന്യൂസ് അസോസിയേഷൻ ഓഫ് വേജ് ഏൺസ് ഫോർ ദ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിംഗ് കണ്ടീഷൻസ് ഓഫ് ദെയർ
വർക്കിംഗ് ലൈഫ്സ് അല്ലെ, അവരുടെ വേജസ് ഇതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ വേജസ് നേടിയെടുക്കുന്നത് നമ്മുടേതായിട്ടുള്ള ദൈനംദിന ജീവിതങ്ങളൊക്കെ അല്ലെ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ സാലറി ഏൺ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ഓഫ് വേജ് ഏൺസ് ഫോർ ദ purpose of maintaining and improving conditions of their working lives അല്ലെ. അവിടെ ആ വർക്കിംഗ് ലിവ്സിൽ നിന്നും അവിടെ മെച്ചപ്പെടുത്തി കൊണ്ടുവന്ന് അവരുടേതായിട്ടുള്ള ഏണിങ്സ് ഒക്കെ വേജസ് ഒക്കെ നേട്ടങ്ങളൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് എന്തെന്ന് ട്രേഡ് യൂണിയൻ എന്നത്. ഒക്കെയാണോ? 3 ഡെഫിനിഷൻസ് ജസ്റ്റ് വായിച്ചു നോക്കാം. ആ പേരുകൾ ബൈഹാർട്ട് പഠിക്കുക, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്ന ആശയം എന്നുള്ളതും ഇപ്പൊ തന്നെ മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് വേണ്ട എന്താണ്, ഇറ്റ്സ് ആൻ അസോസിയേഷൻ ആണെങ്കിൽ റിപ്പോർട്ടിന്റെ അഭിപ്രായത്തിൽ അത് വർക്കേഴ്സ് ഓർഗനൈസേഷൻ ആണ്. വെബ്സിന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് അസോസിയേഷൻ ആണ്. അത് ജസ്റ്റ് ആ ഒരു പോയിന്റ് ഹെഡിങ് വെച്ച് തന്നെ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെയാണോ? ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രേഡ് യൂണിയൻ നോക്കാം. എന്താണ് ട്രേഡ് യൂണിയന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. First one, association of a voluntary nature. Various characteristics of a trade union are categorized below. First one, association of a voluntary nature. അവിടെ സ്വമേധയായുള്ള ഒരു സ്വഭാവമാണ് ട്രേഡ് യൂണിയൻ ഉള്ളത്. അതായത് നോക്കാം എന്താണുള്ളത്. അസോസിയേഷൻ ഓഫ് എംപ്ലോയി ഇൻ എ ട്രേഡ് യൂണിയൻ ഇസ് ഓൺ their own will and not opposed. നമ്മളിപ്പോ ഒരു കമ്പനിയിലെ വർക്കറാണ്, അവിടെ ട്രേഡ് യൂണിയൻ ഉണ്ട്, അതില് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് അവരെ അല്ലെ അവിടെ യൂണിയൻ നേതാക്കളൊക്കെ തെരഞ്ഞെടുക്കാനൊക്കെ വോട്ട് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് അവർക്ക് സ്വമേധയായുള്ള ഒരു തീരുമാനമാണ് അല്ലെ. ഒരു കമ്പലും ഇല്ലാതെ തന്നെ സ്വമേധയാ മെമ്പർഷിപ്പ് എടുക്കുകയാണ് അത് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ, സ്വമേധയായുള്ള ഒരു സ്വഭാവമാണ് ട്രേഡ് യൂണിയനിലുള്ളത്. All the volunteer employee join the union to work together in the direction of achieving their common objectives. ഓക്കെ, നമുക്കറിയാം ട്രേഡ് യൂണിയനിലൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്താലും അവിടെ എന്താണ് എല്ലാ തൊഴിലാളികളുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അതിന്റെ പ്രവർത്തിക്കുന്നത് അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ വേജ് കൂട്ടിക്കിട്ടാം, അല്ലെങ്കിൽ ടൈം അല്ലെ അവിടെ വർക്കിംഗ് ടൈമുകൾക്കൊക്കെ എന്തെങ്കിലും വേരിയേഷൻസോ ഷിഫ്റ്റ് ഡ്യൂട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷനിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിരിക്കും. അപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവിടെ എന്താണ് എംപ്ലോയീസ് അത്തരത്തിലുള്ള യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് ഒറ്റക്കെട്ടായിരുന്നു വർക്ക് ടുഗദർ അല്ലെ ഓൺ ദ ഡയറക്ഷൻ ഓഫ് അച്ചീവിംഗ് ദെയർ കോമൺ ഒബ്ജക്റ്റീവ്സ്. കോമൺ ആയിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്
അല്ലെ ആ ഒരു ഡയറക്ഷനിലേക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. Such association have numerous workers from different occupations. ഓക്കെ, നമുക്കറിയാം ഇത്തരത്തിലുള്ള യൂണിയനുകളിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള തൊഴിലാളികളുണ്ട് അല്ലെ. ടോപ്പ് ലെവലിലുണ്ടാവും, ചിലപ്പോൾ ലോവർ ലെവലിലും എന്താണ് ഫീൽഡ് ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ യൂണിയനിലെ മെമ്പർഷിപ്പ് ആവാം. ഓക്കെ, അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ന്യൂമറസ് വർക്കേഴ്സ് ഫ്രം ഡിഫറെന്റ് ഒക്യുപ്പേഷൻസ്, വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്നവരിലൊക്കെ ഒരുപാട് പേര് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലാണെങ്കിൽ കൂടി ഒരുപാട് പേര് ഈ അസോസിയേഷനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം. ഓക്കെ, അപ്പൊ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു വോളണ്ടറി നേച്ചർ ആണ് നമ്മൾ മാറ്റി വയ്ക്കുക. ആരും കമ്പലായിട്ട് അതിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. കോമൺ ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ മെമ്പർഷിപ്പ് ആയിട്ട് അല്ലെ, കോമൺ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കണേന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ കോമൺ ഇൻട്രസ്റ്റ് ഒക്കെ നമുക്കറിയാം ഒരേപോലെയുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ അല്ലെ. തൊഴിലാളികൾക്ക് ഒരു വ്യക്തിയുടെ ആഗ്രഹം സാധിച്ചു കിട്ടുക എന്നല്ല, അവിടെ നമുക്കറിയാം ഭൂരിഭാഗം ഓരോ തരത്തിലുള്ള വർക്ക് ചെയ്യുന്നവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനാണ് അല്ലെ. common problem and interest of the workers is a primary motivation factor and also reason behind their unity. Okay, നമുക്കറിയാം ഒറ്റക്കെട്ടായിട്ട് യൂണിറ്റിയോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് കൃത്യമായിട്ടൊരു ഫലം നേടിയെടുക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ച് അവര് പാലയം ചെയ്തെടുക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. And though their trade union they try to maintain sound relationship with the management of the company. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ആര് തമ്മിൽ വേണം, അവിടെ യൂണിയൻ അല്ലെ. അവിടെ തീർച്ചയായിട്ടും പറയുന്നത് യൂണിയൻ ട്രൈ ടു മെയിൻറ്റെയിൻ സൗണ്ട് റിലേഷൻഷിപ്പ് വിത്ത് മാനേജ്മെന്റ് അല്ലെ. അവിടെ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിന് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ലാതെ ട്രേഡ് യൂണിയനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെ. ട്രേഡ് യൂണിയൻ പറയുന്ന എന്തെങ്കിലും കാര്യത്തിന് തീർച്ചയായിട്ടും എംപ്ലോയറുടെ പക്ഷത്തുള്ള മാനേജ്മെന്റ് ഒരു ഒത്തൊരുമ വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്, അതായത് അവിടെയുള്ള ജീവനക്കാർക്ക് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അത് നേടിയെടുക്കാനായിട്ടാണ് അവർ ശ്രമിക്കേണ്ടത്. സോ അവിടെ ഒരു സൗണ്ട് റിലേഷൻഷിപ്പ് അവിടെ വേണം അല്ലെ. സൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റും യൂണിയനൊക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് വേണം. നമുക്കറിയാം യൂണിയൻ ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? യൂണിയൻ ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? എംപ്ലോയർക്ക് വേണ്ടിയിട്ടോ എംപ്ലോയിക്ക് വേണ്ടിയിട്ടോ? എംപ്ലോയിക്ക് വേണ്ടിയിട്ട്. മാനേജ്മെന്റോ? മാനേജ്മെന്റ് എംപ്ലോയർക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ എന്താണ് അവര് തമ്മിലൊക്കെ നല്ലൊരു ബെറ്റർ റിലേഷൻ സൗണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം കോമൺ ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ നമുക്ക് അല്ലെ ഒത്തൊരുമിച്ച് നേടാനായിട്ട് സാധിക്കും അല്ലേ. അപ്പൊ മറ്റൊരു ഇതെന്ന് പറയുന്നത് നേച്ചർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണ്. ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. ഓക്കെ, ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അധികാരം അല്ലെ. The trade union are setups in which employees or workers of the companies join together voluntarily. നമുക്കറിയാം അവരെല്ലാം തന്നെ അല്ലെ വളരെയധികം ഫ്രീ ആയിട്ട് സ്വമേധയാ തന്നെയാണ് ഇതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള എംപ്ലോയീസ് വ്യത്യസ്ത തരത്തിലുള്ള വർക്കേഴ്സ് ഒക്കെ ആയിരിക്കും. They select their leader on their own and thus the real strength of the leader lies in the workers. Okay, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പൊ യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടെ ലീഡേഴ്സ് ഉണ്ടാവും. ലീഡേഴ്സിന് ഒന്ന് രണ്ട് ലീഡേഴ്സ് ഒക്കെ ചിലപ്പോൾ വേണമെങ്കിലും മത്സരിച്ച് പ്രവർത്തിക്കാനൊക്കെ ആയിട്ടുള്ള അത്രയും വലിയ വലിയ കമ്പനിയൊക്കെ ആകുമ്പോൾ മത്സരാധിഷ്ഠിതമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവിടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന്റെ താല്പര്യം അനുസരിച്ചിട്ടാണ് അവര് കൃത്യമായിട്ട് ആരെയാണെന്നുള്ളത് അനുസരിച്ചിട്ട് അവര് അവരുടേതായിട്ടുള്ള ആ ഒരു ഭാഗം അല്ലെ പങ്ക് രേഖപ്പെടുത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ എന്താണ് റിയൽ സ്ട്രെങ്ത് ഓഫ് ദ ലീഡർ ലൈസ് ഇൻ ദ വർക്കേഴ്സ്. അപ്പൊ എലക്ട് ലീഡേഴ്സ് ഓൺ ദെയർ ഓൺ ആൻഡ് ദസ് റിയൽ സ്ട്രെങ്ത് ഓഫ് ദ ലീഡർ ലൈസ് ഇൻ ദ വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ ഇടയിലാണ് അവരുടെ സ്ട്രെങ്ത് നിലനിൽക്കുന്നത്. കാരണം വർക്കേഴ്സ് വോട്ട് ചെയ്താൽ മാത്രമാണ് ആ യൂണിയനുകൾക്ക് അവിടെ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. സോ എന്താണ് വർക്കേഴ്സിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. This is how just the workers
This is, however, this is the opposite of the popular practice in various organizations, as in case of a union. The authority flows up from a bottom to top. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇൻ കേസ് യൂണിയനുകളെല്ലാം തന്നെ നല്ലൊരു രീതിയിലല്ല പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ അതോറിറ്റി ഫ്ലോസ് ഫ്രം ബോട്ടം ടു ടോപ്പ്, അല്ലെ, താഴെ ലെവലിൽ നിന്ന് ടോപ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, നല്ലൊരു സാധ്യത ഉണ്ടെങ്കിലാണ് അവർക്ക് യൂണിയനൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ ആയിട്ട് എംപ്ലോയീസ് തയ്യാറാവണമെന്നില്ല. സോ അവിടെ എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ കാത്തു സൂക്ഷിച്ചിട്ട് വേണം അതിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട്. ദിസ് ഇസ് ഹവർ ജസ്റ്റ് ദ വർക്കേഴ്സ്, അല്ലെ, ഇത് ശരിക്കും വേണ്ടിയിട്ട് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ദിസ് ഇസ് ഹവർ ജസ്റ്റ് ദ ഓപ്പോസിറ്റ് of the popular practice in various organizations, as in case of union, the authority flows from bottom to top. Okay, അത് വേരിയസ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെ, നമ്മള് തീർച്ചയായിട്ടും എന്താണ് ബോട്ടം ടു അതോറിറ്റി അപ്രോച്ച് എന്ന് പറയുമ്പോൾ താഴെ ലെവലിലുള്ള ജീവനക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ യൂണിയനെ അറിയിച്ചിട്ട് യൂണിയനാണ് എന്താ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് എന്താണ് ബോട്ടം ടു ടോപ്പ് എന്ന് പറയുന്നത്, അല്ലെ. അവിടെ താഴെ ഉള്ളവരുടെ ഇൻഡസ്ട്രി, അല്ലെ, അവിടെയുള്ള ഫീൽഡ് വർക്കേഴ്സിന്റെ ആണെങ്കിലും മറ്റു എംപ്ലോയീസിന്റെ ഒക്കെ ആണെങ്കിലും അവിടെ ആഗ്രഹങ്ങളും അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനാണ് യൂണിയൻ നിലകൊള്ളുന്നത്. സോ അവരുടേതായിട്ടുള്ള ടോപ്പ്, അല്ലെ, എന്താണ് ബോട്ടത്തിലുള്ള അവരുടെ ഇൻഡസ്ട്രികളെല്ലാം ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുന്നത് ആരാണ്? യൂണിയൻ നേതാക്കളാണ്. അങ്ങനെയാണ് അവരുടെ അവകാശങ്ങളൊക്കെ അവർ നേടിയെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് ആണെന്ന് വിശേഷിപ്പിക്കാം. മാച്ച് ദ പവർ വിത്ത് റിസോഴ്സസ്. ഓക്കെ, നമുക്കറിയാം യൂണിയനുകൾ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. സോ എപ്പോഴും ആ റിസോഴ്സസും മാച്ചബിൾ ആണോ എന്ന് നോക്കണം, അല്ലെ. തീർച്ചയായിട്ടും തൊഴിലാളികൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തരണമെന്നൊക്കെ അവകാശപ്പെടുന്നു. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു അസറ്റും അല്ലെങ്കിൽ ഫണ്ടും ഒന്നും എന്താണ് അവിടെ ആ ഒരു കമ്പനിയിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും യൂണിയന്റെ ഇടപെടൽ കൊണ്ടൊന്നും നേടിക്കൊടുക്കാൻ സാധിക്കില്ല. നഷ്ടത്തിലോടുന്ന കമ്പനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിനെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അവിടെ മാച്ച് ചെയ്യേണ്ടതും ആവശ്യമാണ്, അല്ലെ, മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്. ഇറ്റ് എനേബിൾസ് ദ വർക്കേഴ്സ് ടു tackle the challenges posed by the top management of the company, which has great resources at its command. Okay, നമുക്കറിയാം ചലഞ്ചസ് ഏത് തരത്തിലുള്ള ചലഞ്ചസ് ആണെങ്കിലും അത് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട്, അല്ലെ, ഇവിടെ സാധ്യമാണ്. അതായത് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് അത് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും, അല്ലെ. അപ്പൊ ഏത് വെല്ലുവിളികളും, അല്ലെ, ഏത് വെല്ലുവിളിയാണെങ്കിലും ആ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും മാനേജ്മെന്റ് ശ്രമിക്കുന്നത്, അല്ലെ. കമ്പനിയിലെ റിസോഴ്സസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് അവിടെ വരുന്ന ചലഞ്ചസിനൊക്കെ ആ വെല്ലുവിളിയിലൊക്കെ അത് തന്ത്രപരമായ രീതിയിൽ നേരിടാനായിട്ട് സജ്ജമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. The activities of the members of the union, which are collective in nature, help them to establish equality with the management of the company. Okay, അപ്പൊ തീർച്ചയായിട്ടും ഈ വെല്ലുവിളികൾ വരുന്ന സമയത്തൊക്കെ എന്താണ് അവിടെ മാനേജ്മെന്റിനോടൊപ്പം തന്നെ നിലകൊണ്ടാണ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. കാരണം അത് മറികടക്കുക എന്നുള്ളത്, അവിടെയുള്ള മെമ്പേഴ്സിനെ കൊണ്ട് മറികടക്കുക എന്നുള്ളത് സാധ്യമാക്കേണ്ടത് അത് പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാനൊക്കെ ശ്രമിക്കും. ഇറ്റ് ഗ്രേറ്റ്ലി ഹെൽപ്പ് ഇൻ bargaining with the management of a company on the matters relating to the employer. ഓക്കെ, ഇങ്ങനെ മാനേജ്മെന്റുമായിട്ട് ഒക്കെ ചലഞ്ചസിനായിട്ട് ഫേസ് ചെയ്യാനൊക്കെ പ്രാപ്തരായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ബാർഗെയിൻ ചെയ്താൽ റെഗുലേഷൻ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധ്യമാണ് എന്നുള്ളത്. കാരണം ഇവരെന്താണ് ഒന്നിച്ച് നിലകൊള്ളുന്നുണ്ട്, അല്ലെ. അവിടെ മാനേജ്മെന്റിനോടൊപ്പം തന്നെ യൂണിയനുകളും ഒന്നിച്ച് നിലകൊണ്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ടും എളുപ്പം സഹായകമാകുന്നത്. ചെയ്യണോ? ഇതിന്റെയൊക്കെ ജസ്റ്റ് എന്താ പറയാ, ഇതിന്റെയൊക്കെ ഹെഡിങ്സ് പഠിച്ചു വെക്കാനായിട്ട് നോക്കാം. കാരണം എല്ലാത്തിലും നമുക്കറിയാം ഇമ്പോർട്ടൻസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഇവിടെ റീസൺസ് ഫോർ എംപ്ലോയീസ് യൂണിയൻ ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഹെഡിങ്സ് ഒക്കെ മോസ്റ്റ്ലി നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ജൂലൈയിലൊന്നും അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വർക്കേഴ്സ് ആർ ദ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ. തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ട്രേഡ് യൂണിയൻസ് ഓൾസോ പ്ലേ ദ റോൾ ഓഫ് mediator between the employees and the management of the company. Okay, അവിടെ എന്താണ് ഇടനിലക്കാരനായിട്ടാണ് മാനേജ്മെന്റിന്റെ അതേപോലെ തന്നെ
എംപ്ലോയിയുടെ ഇടയിൽ നിലകൊള്ളുന്ന ഒരു മീഡിയേറ്റർ ആയിട്ടാണ്. എന്താ പറയുന്നത്, the basic role of the trade union is to protect the interest of the workers. It also works as a mean to clarify any sort of a confusion or a tension between the workers and the management. ഓക്കെ, നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ അല്ലെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ അല്ലെ, അവരുടെ ഇൻട്രസ്റ്റുകൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ സുരക്ഷ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂണിയനുകൾ നിലകൊള്ളുന്നത് അല്ലേ. ഞാൻ മാത്രം പറഞ്ഞു പോവുകയാണ്, ശരിയാണോ? യൂണിയനുകൾ ഓക്കെ, അതെ. അപ്പൊ it is also works as a means of to clarify and a sort of a confusion or a tension between workers and the management. ഓക്കെ, അപ്പൊ നമുക്കറിയാം എപ്പോഴും വരെ ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും വർക്കേഴ്സിന് ഫേവറബിൾ ആകുമോ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അവർക്കൊരു ടെൻഷനൊക്കെ ഫീൽ ചെയ്യാറുണ്ട് മാനേജ്മെന്റ് ഇടയിൽ. Trade unions is the process of decision making as the management can just consult the trade union and does not need to discuss with every employee before arriving at a decision. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ചിലപ്പോൾ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ചലഞ്ചസ് വന്നു കഴിയുമ്പോൾ അതിനെ വെല്ലുവിളികൾ നേരിടാനായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഓരോ എംപ്ലോയിനെയും വിളിച്ചു കൂട്ടി നമുക്ക് എന്തെങ്കിലും തീരുമാനത്തിലേക്ക് സൊല്യൂഷനിലേക്ക് എത്താനൊക്കെ ആയിട്ടുള്ള അവകാശം കിട്ടിയെന്ന് വരില്ല. അപ്പൊ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയന്റെ ഒക്കെ ഒരു സാന്നിധ്യത്തിലായിരിക്കും. ഓക്കെ, യൂണിയനും കൂടി കൃത്യമായിട്ടുള്ള ഹെൽപ്പ് ആരാനായിട്ട് എംപ്ലോയീസിനെ അല്ലെ കൃത്യമായിട്ടുള്ള ഇടങ്ങളിലേക്ക് വിടുന്ന ഒരു കാര്യമാണ്. സോ എന്താണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ്? അവരി എംപ്ലോയി ബിഫോർ അറൈവിംഗ് അറ്റ് ഡിസ്കഷൻ അല്ലെ. അവിടെ ഡിസ്കഷനിലേക്ക് എല്ലാ എംപ്ലോയീസിനെയും വിളിച്ച് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഡസ് നോട്ട് നീഡ്, അതിന്റെ ആവശ്യകത അവിടെ വരുന്നില്ല. ദെൻ എന്താണ് മാനേജ്മെന്റ് ക്യാൻ ജസ്റ്റ് കൺസൾട്ട് ദ ട്രേഡ് യൂണിയൻ. അവിടെ ട്രേഡ് യൂണിയനുകളായിട്ടാണ് ജസ്റ്റ് കൺസൾട്ടേഷൻ നടത്തുന്നത്. ദ ഇൻഫർമേഷൻ ഈസ് ദ disseminated among the employees from the end of the trade union. Okay, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു കാര്യങ്ങൾ അല്ലെ അവിടെ കൃത്യമായിട്ട് തന്നെ അവരെന്താണോ പറയുന്നത് പ്രവർത്തിക്കുന്നത് അതനുസരിച്ചിട്ട് എംപ്ലോയീസിനെ കൊണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് കൊണ്ട് സാധിക്കുന്നു. It also need to carry out the task of persuading the employees positively regard the decision taken by the management with the consent of the trade union. Okay, അവിടെ തീർച്ചയായിട്ടും പറയാണ് എന്താണ് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പ്രേരിപ്പിക്കുക അല്ലെ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അല്ലെ ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ടായിരിക്കും എല്ലാവർക്കും ശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം എംപ്ലോയിയുടെ ഒരു ക്ഷേമം കൂടി അവിടെ ഉറപ്പാക്കിയതിനു ശേഷമാണ് തീരുമാനങ്ങളിലേക്കൊക്കെ ഒക്കെ ഒരു ഫൈനലൈസേഷനായിട്ട് എത്താനായിട്ട് സാധിക്കുള്ളൂ. അവിടെ തീർച്ചയായിട്ടും യൂണിയന് അതിൻ്റെതായിട്ടുള്ള റോള് വഹിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ വർക്കേഴ്സ് ആർ ആസ് ആൻ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ. തൊഴിലുടമയ്ക്ക് തൊഴിലാളികൾക്കും ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയേറ്ററി പ്രവർത്തനം നടപ്പാക്കുന്ന ഒരു പങ്കാളിത്തമാണ് ആർക്കുള്ളത്? യൂണിയനാണ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഒരു പോയിന്റും കൂടിയേ ഉള്ളൂ.
വായിച്ചു നോക്കിയോ? ആണോ? നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം. ആക്ട് ആസ് എ സബ് സിസ്റ്റം. അല്ലെ, നമ്മൾ നേരത്തെ കണ്ടതാണ്, സബ് സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ക്രെഡിറ്റ് യൂണിയൻ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ ലാസ്റ്റ് പോയിന്റ് തന്നെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് ആക്ട് ആസ് എ സബ് സിസ്റ്റം അല്ലെ. The role of a trade union has grown in importance that they are now considered as a part of the social system. Okay, നമുക്കറിയാം അത് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് ഒരു സോഷ്യൽ അല്ലെ, ഒരു പാർട്ട് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം അല്ലെ, അവിടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുരോഗതിക്കൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ട്രേഡ് യൂണിയനെ അവിടെ പരിഗണിക്കുന്നത്. Change in social, economic, political and legal environment of the country greatly impact that nature of such a system. അതായത് ഈ ട്രേഡ് യൂണിയന്റെ ആ ഒരു സ്വഭാവ സവിശേഷത അനുസരിച്ചിട്ട് അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിയമപരമായിട്ടുള്ള ഈ ഒരു ചുറ്റുപാടില് അല്ലെ, അതിന്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നല്ലൊരു സ്വാധീനം അതിന് ഉണ്ട് അല്ലെ. യൂണിയനുകൾ ഉണ്ടായെങ്കിൽ ആ യൂണിയന്റെ വെറുപ്പിക്കാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും എംപ്ലോയർ ശ്രമിക്കും, അല്ലെങ്കിൽ മാനേജ്മെന്റ് ശ്രമിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ അല്ലെ സ്വാധീന ശക്തി ഉപയോഗിച്ചിട്ട് തന്നെ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്താണ് വളരെയധികം രമ്യതയോട് കൂടിയിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകുള്ളൂ. തീർച്ചയായിട്ടും യൂണിയനുകൾക്കും തൊഴിലാളികളെ, ഓരോ തൊഴിലാളികളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അല്ലെ അവരുടെ ആഗ്രഹങ്ങളും അവകാശങ്ങളൊക്കെ എന്താണെന്നൊക്കെ തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്താനായിട്ടും സാധിക്കും. അപ്പൊ ഓരോ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്താണ് തീർച്ചയായിട്ടും എംപ്ലോയർക്ക് ഇടപെടേണ്ട കാര്യമില്ല അല്ലെ. യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് എംപ്ലോയീസിനെ തൃപ്തിപ്പെടുത്താനൊക്കെ ആയിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു സബ് സിസ്റ്റം ആയിട്ടാണ് നിലകൊള്ളുന്നത്. Thus we can say the trade union works in a socio-economic system as the one unit in order to protect and promote the interest of all the members of employees. അല്ലെ, ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സിന്റെയും ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ അത് അല്ലെ അവരുടെ ഇപ്പൊ ഇൻ കേസ് ചിലപ്പോ വേണമെങ്കിൽ അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കുന്നതനുസരിച്ചുള്ള ഒരു പ്രൊമോഷൻ ആനുകൂല്യം കിട്ടണമെന്നായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ടൈം ഒന്ന് വിപുലീകരിച്ച് തരണമെന്നായിരിക്കാം. എനിവേ എന്താണെങ്കിലും അവ എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്താനൊക്കെയാണ് ട്രേഡ് യൂണിയൻ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ഓരോ എംപ്ലോയീസിന്റെയും ഇൻട്രസ്റ്റുകൾ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് യൂണിയനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സബ് സിസ്റ്റം ആയിട്ടാണ് നിലകൊണ്ടു പോകുന്നത് അല്ലെ. Thus we can say that trade union works in a socio-economic system. അല്ലെ, അവിടെ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള ഒരു സിസ്റ്റം ഒരു യൂണിറ്റ് ആയിട്ട് നിലകൊള്ളാനായിട്ട് സാധിക്കുന്നു. In order to protect and promote the interest of all numbers of employees. അവിടെയുള്ള ഓരോ എംപ്ലോയീസിന്റെയും അല്ലെ അവരുടെ ആഗ്രഹങ്ങള് അതിനെ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ട്രേഡ് യൂണിയന്റെ സാന്നിധ്യത്തിൽ സാധിക്കും എന്നുള്ളതാണ്. സോ ഇത് ആക്ട് ഓഫ് സബ് സിസ്റ്റം അല്ലെ. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് സബ് സിസ്റ്റം ആയിട്ടാണ് നിലകൊള്ളുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എംപ്ലോയീസിനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ കൺട്രിയുടെ ആ ഒരു ഒരു ലീഗൽ ആയിട്ടുള്ള എൻവയൺമെന്റ് നേച്ചറിനോട് ചേർന്ന വിധത്തില് തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പൊതിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നു അല്ലെ. അപ്പൊ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ തൊഴിലാളികളിൽ നിന്ന് കളക്ട് ചെയ്യാനും തിരിച്ചും തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്ററി അല്ലെ ഒരു സംഘടനയായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത് ഒരു ഇന്റർമീഡിയറ്ററി സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നത്, തൊഴിലുടമയുടെയും തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ട്രേഡ് യൂണിയൻ. ഓക്കെ, ട്രേഡ് യൂണിയനുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സോ ഇറ്റ്സ് എ സബ് സിസ്റ്റം അല്ലെ, ആക്ട് ആസ് എ സബ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ട്രേഡ് യൂണിയൻ എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നാൽ മതി. അത് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ്. അസോസിയേഷൻ വോളണ്ടറി നേച്ചർ ആണ്, സ്വമേധയായുള്ള ഒരു സ്വഭാവമാണ്. ആരെയും കമ്പൽ ചെയ്തിട്ടല്ല മെമ്പർഷിപ്പ് എടുക്കുന്നത്. കോമൺ ഇൻട്രസ്റ്റ് അല്ലെ, എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച് അല്ലെ. നമുക്കറിയാം ഇൻട്രസ്റ്റുകൾ, തൊഴിലാളികളുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് വെൽത്തട്ടിലൊക്കെ അറിയിച്ച് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നു. മാച്ച് പവർ വിത്ത് റിസോഴ്സസിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് അത് പോകുന്നത്. ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ അല്ലെ, തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയറ്ററി ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ സംഘടനയാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ആക്ട് ആസ് എ സബ് സിസ്റ്റം അല്ലെ, അവിടെ സബ് സിസ്റ്റം ആയിട്ടാണ്
ഇത് നിലകൊള്ളുന്നത്. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റീസൺ ഫോർ എംപ്ലോയി ടു ജോയിൻ ട്രേഡ് യൂണിയൻ. നമ്മൾ പറഞ്ഞു വോളണ്ടറി ആയിട്ടുള്ള ഒരു സംഭവമാണ്, പക്ഷെ മിക്കവാറും തൊഴിലാളികളെല്ലാം തന്നെ മെമ്പർഷിപ്പ് എടുക്കും ഏതെങ്കിലും യൂണിയനിൽ. എടുക്കില്ലേ? യൂണിയനുകൾ ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കില്ല അല്ലെ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരെടുക്കും. അത് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഇങ്ങനെ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ളത്. അത് എന്തൊക്കെ കാരണങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു 7 പോയിന്റ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ട്രേഡ് യൂണിയനുകളിലെ മെമ്പേഴ്സ് എന്താണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്? Employees join trade union due to the following reasons. First reason നോക്കാം, increase the bargaining power. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ട്രേഡ് യൂണിയൻ അല്ലെ, അത് അതിലെ പ്രധാനപ്പെട്ട ഒരു അല്ലെ ലക്ഷ്യം എന്ന് പറയുന്നത് എംപ്ലോയി മെമ്പർഷിപ്പ് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന് അവരെ ബാർഗെയിൻ അല്ലെ ഇൻഡിവിജ്വലി ബാർഗെയിൻ ചെയ്തിട്ട് അവരുടെ അവകാശം നേടിയെടുക്കാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് ശ്രദ്ധിച്ചു എന്ന് വരില്ല അല്ലെ. അതേസമയം നമുക്കറിയാം അവിടെ യൂണിയന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അത് തൊഴിലുടമ ശ്രദ്ധിക്കാനായിട്ടും അവിടെ കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കാനായിട്ട് സാധ്യതയില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ്ലി മനസ്സിലാക്കിയത് ഇൻക്രീസ് ബാർഗെയിനിങ് പവർ വിലപേശാനായിട്ടുള്ള സാഹചര്യം. ഇറ്റ് ഈസ് വെൽ നോൺ ഫാക്ട് ദാറ്റ് an individual employee has a very little power of a negotiation in comparison of his employers. തൊഴിലുടമയുടെ ഇടയിൽ ഒരു ലിറ്റിൽ പേഴ്സൺ അല്ലെ ഒരു എംപ്ലോയി എന്ന നിലയിൽ നമ്മൾ ചർച്ച കൊണ്ടു വെക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് അല്ലെ ഒരു വലിയ എന്താ പറയുന്നത് ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. അവിടെ ലിറ്റിൽ പവർ ആണെന്ന് വെച്ചാൽ അവിടെ പ്രത്യേക ശക്തിയൊന്നും ആ ഒരു എംപ്ലോയിക്ക് ഉണ്ടാവില്ല. കാരണം പറഞ്ഞത് ചിലപ്പോൾ കേൾക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അല്ലെ. And if an employee is dissatisfied with the terms and conditions of the job, which means the salary and working hours, he may leave the job. Okay, ഇങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എംപ്ലോയിക്ക് ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ആറ്റിറ്റ്യൂഡിലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവര് ചിലപ്പോൾ വേണമെങ്കിൽ തൊഴിലുടമയെ അറിയിച്ചാൽ ചിലപ്പോൾ തൊഴിലുടമ അത് നിരസിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർ ചിലപ്പോൾ വേണമെങ്കിൽ കമ്പനി നിന്നൊക്കെ വിട്ടു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് if an employee is dissatisfied with the terms and conditions of the job, ജോലിയിൽ വെച്ച് നോക്കുമ്പോൾ അവര് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, അസംതൃപ്തരായിരിക്കും. ഇവര് പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന് ബാർഗിൻ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവര് അല്ലെ എന്താണ് അവരുടെ ആ വർക്കിംഗ് കണ്ടീഷനിൽ ചിലപ്പോൾ അവര് സംതൃപ്തരായിരിക്കില്ല. വിച്ച് മീൻസ് സാലറി ആൻഡ് വർക്കിംഗ് അവേഴ്സ് ലീവ് ദ ജോബ്. അവർ ചിലപ്പോൾ ഉദ്ദേശിച്ച സാലറിയോ വർക്കിംഗ് അവേഴ്സോ അങ്ങനെ എന്തെങ്കിലും എന്തായാലും സാഹചര്യങ്ങളൊക്കെ അപര്യാപ്തത തോന്നാം. സോ അവര് ചിലപ്പോൾ വേണമെങ്കിൽ ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. But practically it is not possible for an employee to switch jobs repeatedly due to dissatisfaction with the company. Okay, അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് നോക്കാം, അതായത് കമ്പനിക്ക് അല്ലെ കമ്പനി എന്താണ് തീർച്ചയായിട്ടും എന്താണ് അവിടെ നഷ്ടത്തിൽ പോകുന്ന കമ്പനിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും പെട്ടെന്ന് നടപ്പാക്കി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. But such a situation may cause financial as well as emotional problems for an employee. അപ്പൊ എംപ്ലോയെ സംബന്ധിച്ച് എന്താണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പറഞ്ഞ കാര്യമൊന്നും കേൾക്കണില്ല. ഫിനാൻഷ്യലി ആണെങ്കിൽ ഒരു അല്ലെ ഒരു നഷ്ടങ്ങളൊക്കെ വരാം അല്ലെ. അപ്പൊ വൈകാരികമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെയുള്ള പ്രോബ്ലംസ് എംപ്ലോയിക്ക് ഫീൽ ചെയ്യാം. The better option for him is to join the trade union, which can take an appropriate action against the management of the concerned company. സോ നമ്മൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ കമ്പനിയുമായിട്ട് അത് തീർച്ചയായിട്ടും എന്താണ് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി കിട്ടും അല്ലെ, ഒരു പവർ കിട്ടും എന്നുള്ളതാണ്. Threatening or actually going on a strike is an effective method that may lead the management to agree to employees conditions are put consent to it. Okay, അവിടെ തീർച്ചയായിട്ടും എന്താണ് വല്ല ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെ threatening or actually going to strike ചിലപ്പോണെങ്കിൽ തൊഴിലാളികളുടെ ഇടയിൽ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാനായിട്ട് എന്താണ് യൂണിയന്റെ കൂടി സപ്പോർട്ട് വരും എന്നുള്ള ഒരു ധാരണയിലേക്ക് വരികയാണെങ്കിൽ അവർക്കൊരു അല്ല ഒരു വിഷയത്തിന്റെ പുറത്ത് അവരെന്താണ് മാനേജ്മെന്റ് ചില കാര്യങ്ങൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ടൊക്കെ എഗ്രി ചെയ്യാനായിട്ട് സാധിക്കും. കാരണം വ്യക്തിപരമായിട്ട് അവർക്ക് ചെന്ന് തൊഴിലുടമയോട് ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. അവിടെ ചിലപ്പോൾ നിരസിച്ചു പോകാം. അതേസമയം യൂണിയനിലെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടാണ് ചില ഇൻഡസ്ട്രികൾ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടുന്നത്. അത് കറക്റ്റ് ആയിട്ട് അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിലപേശലിൽ കൂടെ തന്നെ ആ ഒരു നെഗോഷിയേഷൻ ആ ചർച്ചയിൽ കൂടെ തന്നെ തൊഴിലാളിക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ
ബാർഗെയിൻ പവർ ഇൻക്രീസ് ചെയ്യുന്നു. യൂണിയന്റെ സപ്പോർട്ട് വരുമ്പോൾ ബാർഗെയിൻ പവർ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. അവിടെ ഒരു ശക്തി ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒപ്പം നിലകൊള്ളാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള റിസൾട്ട്. സോ മെമ്പർഷിപ്പ് എടുക്കാനുള്ള പ്രധാന കാരണം ഇച്ചിരി കൂടി ഒരു ബാർഗെയിൻ പവർ കിട്ടും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് കൊണ്ടാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണോ? കുഞ്ഞു കുഞ്ഞ ചോദ്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ അല്ലെ? അതായത് ഇംഗ്ലീഷിൽ ബാർഗെയിനിങ് പവർ അല്ലെ. ഇപ്പോ പറയാത്ത റീസൺസ് എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചാലും ഹെഡിങ്സ് വെച്ച് ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അത് മനസ്സിലാക്കി പോകാം. എന്താണ് ഇംഗ്ലീഷ് ബാർഗെയിനിങ് പവർ? ബാർഗെയിനിങ് പവർ ഇംഗ്ലീഷിൽ എന്തുകൊണ്ടാണ്? മെമ്പർഷിപ്പ് അല്ലെ, നമ്മൾ ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴാണ്. ആ ഒരു രീതിയിലൊക്കെ ചോദിക്കാം. How to increase bargaining power അല്ലെ? എപ്പോഴാണ് ടു ജോയിൻ ട്രേഡ് യൂണിയൻ? ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴാണ് ബാർഗെയിൻ പവർ ഇൻക്രീസ് ആവുന്നത്. കേണോ? നമുക്ക് നെക്സ്റ്റ് പോയിന്റ് കൂടി നോക്കാം. എന്താണ് മിനിമൽ ഡിസ്ക്രിമിനേഷൻ? എന്താണ് മിനിമൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്? നമുക്ക് പ്രൊമോഷൻ ഡിസിഷൻ, ട്രാൻസ്ഫർ ഡിസിഷൻ, സാലറി ഡിറ്റർമിനേഷൻ എക്സെട്ര are such a decision which are entirely depend on the personal perspective. എന്താണ് അതിന്റെ ബ്രാക്കറ്റില് ഫീലിംഗ്സ്, ഒപ്പീനിയൻ ഓർ അണ്ടർസ്റ്റാൻഡ് ഓഫ് ദ മാനേജർ. അതായത് ഡിസ്ക്രിപ്ഷൻ എന്താണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്? എന്താണ് വേർതിരിവ് അല്ലെ? മലയാള ലാംഗ്വേജിൽ തന്നെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറഞ്ഞ ഒരു വിവേചനം അല്ലെ, കുറഞ്ഞ ഒരു വിവേചനം അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കലാണ്. പ്രൊമോഷൻ ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു തീരുമാനം എടുക്കുകയാണ്, അവർക്ക് പ്രൊമോഷൻ കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകാൻ. സാലറി ഡിറ്റർമിനേഷൻ പറയുന്നത് സാലറി കൂട്ടി കൊടുക്കാനൊക്കെ തീരുമാനമുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. എംപ്ലോയിനെ സംബന്ധിച്ച് നമുക്കറിയാം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയിനെ നിർത്തി അല്ലെ, അവര് നിലനിൽക്കെ തന്നെ അതിനേക്കാൾ കുറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണൊക്കെ ഇച്ചിരി പ്രൊമോഷൻ പോസ്റ്റിലേക്കൊക്കെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും സെയിം ക്വാളിഫിക്കേഷൻ ഒക്കെയാണ്, എക്സ്പീരിയൻസുകൾ ഒക്കെ ഇച്ചിരി കൂടി വേരിയേഷൻസ് ഉണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ എന്താണ് വേർതിരിവ് ഫീൽ ചെയ്യും അല്ലെ. ചിലർക്ക് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്നത്, ചിലർക്ക് അതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ അവരെ പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് ഇട്ടിട്ടില്ല അല്ലെ. അപ്പൊ അവിടെ ഒരു വേർതിരിവ് അവിടെ ഫീൽ ചെയ്യണം. അതേപോലെ തന്നെ ട്രാൻസ്ഫർ ഡിസിഷൻ ആണെങ്കിലും ചിലർക്ക് വീടിനോട് ചേർന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യും, ചിലർക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതെ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള യൂണിയൻ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഈ പ്രൊമോഷൻ ഡിസിഷനൊക്കെ ഇൻ കേസ് അവർക്ക് അർഹതപ്പെട്ടതാണ് എന്ന് തീർച്ചയായിട്ടും അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. പ്രൊമോഷൻ ഡിസിഷൻ, ട്രാൻസ്ഫർ ഡിസിഷൻ, സാലറി ഡിറ്റർമിനേഷൻ എക്സെട്ര ആർ സച്ച് ഡിസിഷൻസ് വിച്ച് ആർ entirely depend on the personal perspective, feelings, opinion or understanding of the manager. മാനേജറിന്റെ ഒരു ധാരണയുടെയോ ഒരു വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ആശയങ്ങളുടെ ഒക്കെ അല്ലെ മനസ്സിലാക്കുന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ചില ഇത്തരത്തിലുള്ള പ്രൊമോഷൻ ഡിസിഷൻ, ട്രാൻസ്ഫർ ഡിസിഷനും സാലറി ഡിറ്റർമിനേഷൻ ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മാനേജർ, ഹെൻസ് എന്താണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് മേ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഇറ്റ്. ഓക്കെ, അവിടെ നമുക്കറിയാം ഇങ്ങനെ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ബോധ്യം അവിടെ ആവശ്യമാണ്. അതായത് നമുക്കറിയാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അവരെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം അല്ലെ. ചെയ്യേണ്ടി വരില്ലേ? അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അവരെയല്ലേ ആദ്യം പരിഗണിക്കേണ്ടത് പ്രൊമോഷൻ ലിസ്റ്റിലൊക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് മേ പ്ലേ എ ക്രൂഷ്യൽ റോൾ. ഓക്കെ, അവിടെ ഇവര് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സുപ്പീരിയർ തരത്തിലുള്ളവരെ സപ്പോർട്ടേറ്റ് തമ്മിലുള്ള ബന്ധത്തിലുള്ള ക്രൂഷ്യൽ റോളാണ്. ചാൻസ് ഓഫ് എന്താണ് ആക്ച്വലി ആൻഡ് ബേസിസ് മേ ഓൾസോ ഗ്രോ അപ്പ്. ഓക്കെ, നമുക്കറിയാം ഇത് അല്ലെ പകുതി എന്നുള്ള രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. Then in such a situation, the role of a trade union become a very important as they can force the management to frame a personal policy in order to ensure the
എന്താണ് പാരിറ്റി എമംഗ് ദ വർക്കേഴ്സ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു പൊട്ടൻഷ്യലി ചേഞ്ചസ് വേണം അല്ലെ. ഇവിടെ എന്താണ് ട്രേഡ് യൂണിയന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശക്തി അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് വേണമെങ്കിൽ ഇന്ന ആൾക്കാരെ വേണമെങ്കിൽ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഇന്ന ആൾക്കാരെ വേണമെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാം, അങ്ങനെയൊക്കെ ഒരു നിലപാട് എടുക്കാം. അതേസമയം അവിടെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് യൂണിയൻ നേതാക്കൾക്കൊക്കെ ഉണ്ട്. യൂണിയൻ ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഈ പറഞ്ഞ മാതിരി അവരെ വേർതിരിച്ചൊന്നും അവിടെയുള്ള എംപ്ലോയീസിന്റെ നടപടികൾ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അത് ശുദ്ധി ചെയ്യാനായിട്ട് ആര് ചെയ്യും? ചെല്ലും. നമുക്കറിയാം യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തൊഴിലാളികൾ ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തുണ്ട്? യൂണിയനുകളുടെ ഇടപെടലുണ്ട് അല്ലെ. In such a situation, the role of trade union become a very important aspect. They can force the management. അങ്ങനെ വരുമ്പോൾ അവിടെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ റോൾ വേണ്ടവര് എന്താണ് ഫോഴ്സ് ചെയ്യും അല്ലെ. എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള നടപടികൾ അല്ലെ, അത് കൃത്യമായിട്ടുള്ള നടപടികളായിരിക്കണം. തീർച്ചയായിട്ടും എല്ലാ വർക്കേഴ്സിനും കൂടി ചേർന്ന തരത്തിലുള്ള നടപടികൾ മാത്രമാണ് അവിടെ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഫോഴ്സ് എന്താണ് യൂണിയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. Also the decision related to labor taken by the top management are closely monitored by the labor unions. തീർച്ചയായിട്ടും അവരുടെ ഓരോ നീക്കങ്ങളും ചലനങ്ങളും ആര് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും? യൂണിയൻ നേതാക്കളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു ഡിസ്ക്രിമിനേഷനും അവിടെ നടപ്പാക്കാനായിട്ട് തൊഴിലാളികൾ തൊഴിൽ സംഘടനകൾ യൂണിയനുകളും സാധ്യത കൊടുക്കില്ല. കാരണം അവിടെ എല്ലാ വർക്കേഴ്സിനും ഒരുപോലെ കാണാനായിട്ടായിരിക്കും യൂണിയനുകളൊക്കെ ശ്രമിക്കുന്നത്. All this can reduce the scope of order partially and the basis in the organization. Okay, ആർക്കും ഒരു പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ എന്ത് ചെയ്യും? യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കും. കാരണം നമ്മൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും അല്ലെ എക്സ്പീരിയൻസ് ഒക്കെ കഴിയുമ്പോൾ പ്രൊമോഷൻ ഒക്കെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി ആരായിട്ട് നിലകൊള്ളും? ട്രേഡ് യൂണിയനായിട്ട് നിലകൊള്ളും. സോ അവരെയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള സ്ട്രോങ് ആയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് മിനിമം ഡിസ്ക്രിമിനേഷനിൽ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് യൂണിയനിൽ ആര് മെമ്പർഷിപ്പ് എടുക്കും? അവിടെയുള്ള എംപ്ലോയീസ് മെമ്പർഷിപ്പ് എടുക്കും. ഓക്കെയാണോ? എന്താണ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത്? ഇതൊക്കെ ചിലയിടത്തൊക്കെ നടപ്പാക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് ചില പേഴ്സണോട് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു അല്ലെ ഒരു അടുപ്പത്തിന്റെ ബേസിലൊക്കെ പ്രൊമോഷനൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത പ്ലേസിലേക്കൊക്കെ ട്രാൻസ്ഫർ ഒക്കെ കൊടുക്കും. സോ യൂണിയനുകൾ ഉണ്ടെങ്കിൽ മിക്കവാറും അങ്ങനെയൊന്നും നടപ്പാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സോ അതിലൊക്കെ വേണ്ടിയിട്ടാണ് എംപ്ലോയീസ് അതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഇപ്പൊ ഇൻക്രീസ് ബാർഗെയിനിങ് പവർ, മിനിമം ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഒക്കെയാണ്. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.